നമുക്ക് ഓട്സ് ഉണ്ട്, കുറച്ച് പഴമുണ്ട്, 4 ഹോളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. സോ മെയിൻ ടോപ്പിക്കിൽ ഞാൻ കുറച്ച് കാര്യം കാണിക്കാം. ഞാൻ ഒരു വീഡിയോയിൽ എങ്ങനെ ഡയറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയറ്റ് ഉണ്ടാക്കുക. ഡയറ്റ് ഉണ്ടാക്കിയിട്ട് മെയിൻ്റനൻസ് കാലറി കൺഫേം ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. 2 വീക്സ് വെയിറ്റ് മോണിറ്റർ ചെയ്തിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വെയിറ്റ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. സോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 74 പോയിൻറ്റ് സംതിങ് ആ സെയിം റേഞ്ചിൽ തന്നെയാണ് എനിക്ക് വെയിറ്റ് നിൽക്കുന്നത്. അത് 3000 കാലറി നിന്നപ്പോൾ അവിടുന്ന് ഞാൻ 3300 കാലറി പുഷ് ചെയ്തപ്പോൾ പോലും ഒരു ചെറിയ വേരിയേഷനേ ഉണ്ടായിട്ടുള്ളൂ. 100 ഗ്രാമോ 200 ഗ്രാംസോ ആ ഒരു ചെറിയ വേരിയേഷൻ തന്നെ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുവാണ്. സോ ഇതെന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ ജോലി ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്ത്, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാനിപ്പോൾ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്ന് ചെല്ലുമ്പം ഒരു ടോട്ടൽ അവിടെ 186 റൂംസ് ഉണ്ട്. സോ സപ്പോസ് ഇന്ന് എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി 120 മുറിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് നടക്കേണ്ട ഇച്ചിരി കൂടുതലാണ്. ചിലപ്പോൾ നാളെ ചെല്ലുമ്പോൾ എനിക്ക് 80 റൂമാണ്, അപ്പോൾ നടക്കേണ്ട ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തും നമ്മുടെ ഓവറോൾ നമ്മൾ ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജിയെ ബേസ് ചെയ്തും എന്നാ പറയുന്നത്, ബോഡിക്ക് കൂടുതൽ സൈസ് വെക്കേണ്ട ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനാണ് നമ്മൾ മെയിൻ്റനൻസ് കാലറി എന്ന് വിളിക്കുന്നത്. ആ മെയിൻ്റനൻസിന് മേളിൽ പോയി കഴിഞ്ഞാൽ വണ്ണം വെക്കും, താഴോട്ട് പോയി കഴിഞ്ഞാൽ വണ്ണം കുറയും. സോ ആ ഒരു റേഞ്ചിൽ തന്നെയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഞാനത് പല കേസുകളും ഞാൻ പറയും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ലെറ്റ്സ് ഞാൻ 3500 കാലറി കഴിച്ചെന്ന് വിചാരിക്കുക. 3500 കാലറി കഴിച്ചു എന്ന് പറയുമ്പോൾ 500 കാലറി എബോവ് മൈ മെയിൻ്റനൻസ് ആയിരുന്നു. 3000 എൻ്റെ മെയിൻ്റനൻസ് ആയിരുന്ന സമയത്ത്. പക്ഷേ ഇതേ സമയം ഞാൻ എക്സ്ട്രാ 500 കാലറിയും കൂടെ ഞാൻ ബേൺ ചെയ്ത് കളഞ്ഞെങ്കിൽ അത് ബാലൻസ് ഔട്ട് ആയിപ്പോയി. വിച്ച് മീൻസ് ഞാൻ മെയിൻ്റനൻസ് കാലറി കഴിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും 2 വീക്സ് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ 3300 കാലറി ആക്കി. 3300 കാലറി ആക്കിയിട്ടും വലിയ അനക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എനിക്കിനി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ലീനായിട്ടാണ് നിൽക്കുന്നത്. ടു മച്ച് ബോഡി ഫാറ്റ് ഇല്ല, എനിക്കിപ്പോഴും വിസിബിൾ ആപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ 12 to 15% ബോഡി ഫാറ്റ് നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 500 കാലറി എക്സ്ട്രാ പുഷ് ചെയ്യുക. ഇനി നിങ്ങളുടെ കേസിൽ ഇതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. എക്സ്ട്രീംലി ഫാറ്റോ അല്ലെങ്കിൽ സ്കിന്നി ഫാറ്റൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കട്ട് ഡൗൺ. ഓക്കെ, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അത്യാവശ്യം കട്ട് ഡൗൺ ആയി വന്നിട്ട് അത്യാവശ്യം ലീൻ ആയിട്ട് നിങ്ങളുടെ ബോഡി തെളിയുന്നിടം വരെ കട്ട് ചെയ്യുക. ടൈം എടുക്കും. ഇനീഷ്യലി നിങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ, അതായത് ജിമ്മിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ മന്ത്ലി 2 to 4 kg മാക്സിമം ടാർഗറ്റ് വെക്കുക. ഒരു 3-4 മാസം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 8 മാസം 1 വർഷമൊക്കെ പ്ലസ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് കൂടിപ്പോയ 2 കിലോ മാത്രം കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും മന്ത്ലി ടാർഗറ്റ് വെക്കുക. കാരണം അതിൽ സ്പീഡിൽ നിങ്ങൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും ഗെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഫാറ്റ് ഗെയിൻ ആയിരിക്കും ചെയ്യുന്നത്. ലൂസ് ചെയ്യാൻ നോക്കുമ്പോൾ, അതായത് ബോഡി ഫാറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോഴും മസിലായിരിക്കും ലൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതാണ് നമ്മൾ ടാർഗറ്റ് റേഞ്ച്. ലെറ്റ്സ് സേ നിങ്ങളൊരു വണ്ണമുള്ള ആളായിരുന്നു, നിങ്ങളത് ഫാറ്റ് കുറച്ച് കൊണ്ടുവന്നു. ഇനി നിങ്ങൾക്ക് ലീൻ ബൾക്ക് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഫൈനൽ മെയിൻ്റനൻസിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്ത് കുറച്ച് വരുമല്ലോ. അപ്പോൾ നിങ്ങൾ 2000 വന്ന് നിൽക്കുന്നെങ്കിൽ 2000 നിന്ന് 2500 ആക്കുക. എന്നിട്ട് നിങ്ങൾ പയ്യെ വെയിറ്റ് ട്രാക്ക് ചെയ്യുക. പയ്യെ കൂടുന്നുണ്ടോ, ഗ്രാജുവലി കൂടുന്നുണ്ടോ. ഇനി ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് വരെ കാർബാണ് കൂട്ടുന്നത്. ഇപ്പം നമ്മൾ ആലോചിക്കും 2000 നിന്ന് 2500 ആക്കി. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇവിടെ ഞാൻ 3000 നിന്ന് 3300 ആക്കി. സോ ഞാൻ എന്താണ് ചെയ്തത്, ഈ 300 കാലറിയും എൻ്റെ ഏതെങ്കിലും കാർബാണ് ഞാൻ കൂട്ടിയത്. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ 350 ഗ്രാം റൈസ് എന്ന് ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 400-500 ഗ്രാം റൈസ് ഈ കാലറി മാറ്റാവുന്ന രീതിയിൽ ഞാൻ റൈസ് കൂട്ടി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഒരു പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ എപ്പോഴും കാർബ് കൂട്ടുക. നമുക്ക് ഒരു പോയിന്റിൽ വേണമെങ്കിൽ ഫാറ്റ്സ് ആഡ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് ഫാറ്റ്സ് ആഡ് ചെയ്യാം. കാരണം കാലറി ഡെൻസ് ആണല്ലോ. അപ്പോൾ ഇച്ചിരി കൂടെ പെട്ടെന്ന് ബൂസ്റ്റ് ആവും. ഇപ്പം ഞാൻ അറൗണ്ട് 400 സംതിങ് കാർബ് ആയിട്ടുണ്ട്. ഇനി ഞാനത് 500 റേഞ്ചിലാകുമ്പോഴത്തേക്കും എന്നെക്കൊണ്ട് അത്രയും കഴിക്കാൻ പറ്റത്തില്ല എന്നൊരു കേസാണെങ്കിൽ ഞാൻ പിന്നീട് ഫാറ്റ്സേ കൂട്ടാൻ നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്യുവർലി എപ്പോഴും വെയിറ്റ് കയറുന്നത് നോക്കി മാത്രം പുഷ് ചെയ്യാൻ നിൽക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ 3300-ൽ എൻ്റെ ജിമ്മിലെ പ്രോഗ്രസ് അത്യാവശ്യം പ്ലാറ്റിയോ ആണ്. അത്ര പ്ലാറ്റിയോ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ജിമ്മിലെ പ്രോഗ്രസ് അത്യാവശ്യം ഒരു പ്ലാറ്റിയോ ആണ്. വെയിറ്റ് ആണെങ്കിൽ അത്യാവശ്യം പ്ലാറ്റിയോ ആണ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, പണ്ട് ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ഗോൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 90 കിലോ ആണ് എൻ്റെ ടാർഗറ്റ് എന്ന് വിചാരിക്കുക. ഈ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി വണ്ണം കൂടുന്നില്ല എന്ന് കണ്ടിട്ട് അപ്പം ഫുഡ് കൂട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഫാറ്റ്സേ ഗെയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ. സോ ഐഡിയലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേക്ക് ഷുവർ വെള്ളം കുടി, സ്ലീപ്പ് ടൈം, ഡയറ്റ് ഇതെല്ലാം പ്രോപ്പർ ആയിരിക്കണം. എന്ന് വെച്ചാൽ പ്രോപ്പർ എന്ന് വെച്ചാൽ ഒരെണ്ണം പോലും മിസ്സാകരുത്. ഒരു മീലെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കിംഗ് ആക്യുറേറ്റ് അല്ല. ഓക്കെ, ഇതെല്ലാം കൃത്യമാണെന്ന് ഉറപ്പ് വരുന്നൊരു പോയിന്റ് മാത്രം ഇതുപോലെ കൂട്ടിയിട്ട് കാര്യമുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നു 2 വീക്സ് ഞാൻ ട്രേറ്റ് എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തു. ഉദാഹരണത്തിന് എനിക്ക് 3300 കാലറി കഴിക്കണം, 5 മീലാണ്.
5 മീലും കൃത്യമായിട്ട് ഒരേ സമയത്ത് ഞാൻ എല്ലാ ദിവസവും കഴിച്ചു. ആ ഒരേ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താൽ കഴിച്ച്. റോ വെയിറ്റിലാണ് എല്ലാം ട്രാക്ക് ചെയ്തേക്കുന്നത്. കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാട്ടർ വെയിറ്റിൻ്റെ അത് വെച്ച് വ്യത്യാസം വരും. സോ ബെറ്റർ റോ വെയിറ്റിലാണ്. സോ റോ വെയിറ്റിൽ ഞാൻ എല്ലാം മെഷർ ചെയ്തു. 5 മീലും കൃത്യമായിട്ട് കഴിച്ചു. 2 ആഴ്ച കൃത്യമായിട്ട് ഞാൻ മോണിറ്റർ ചെയ്തു എൻ്റെ ബോഡി വെയിറ്റ്. ഇതിനിടയ്ക്കുള്ള വെള്ളം കൂടി എല്ലാം കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് എമൗണ്ട് ഓഫ് വെള്ളം. ഇപ്പോൾ ഞാൻ 4 ലിറ്ററിന് വെച്ചേക്കുന്നെങ്കിൽ 4 ലിറ്റർ ഞാൻ ഡെയിലി കുടിച്ചിരുന്നു. അതുപോലെ എൻ്റെ ഉറക്കമാണെങ്കിൽ ഞാൻ ഇന്ന സമയത്ത് ഉറങ്ങും, എന്നിട്ട് ഇത്ര മണിക്കൂറെങ്കിലും ഉറങ്ങുമെന്ന് ഞാൻ വെച്ചിരുന്നെങ്കിൽ കറക്റ്റ് ആ സമയത്ത് ഉറങ്ങി ആ സമയത്ത് എണീക്കാൻ ഒരു സ്ലീപ്പ് ഷെഡ്യൂളുണ്ട്. അപ്പോൾ അതെല്ലാം പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്തുന്ന ആ 2 ആഴ്ചത്തെ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ഉറപ്പാണ്. സോ ഈ ഒരു പോയിന്റ് കൊണ്ട് ഇത് മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ മെയിൻ്റനൻസ് ആണ്, ഒരു മാറ്റവും ഇല്ല. ഫുഡ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുക. അടുത്ത പ്രാവശ്യം വെയിറ്റ് പ്ലാറ്റ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും തിരിഞ്ഞു നോക്കുക. അതായത് മീൽസ് എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിരുന്നു, സ്ലീപ്പ് എല്ലാം ഓക്കെ ആയിരുന്നു, അതുപോലെ സ്ട്രെസ് ലെവൽസ് എല്ലാം അത്യാവശ്യം ഇപ്പം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലപ്പം ചിലർക്ക് ചുമ്മാ പുറത്ത് കറങ്ങാൻ പോകണമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് മ്യൂസിക് കേട്ടാൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ സ്ട്രെസ്സിനെ കുറച്ച് നിർത്താൻ നോക്കുക. നമ്മുടെ മെയിൻ പോയിന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിലെ പ്രോഗ്രസ് നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബോഡി വെയിറ്റ് കയറി പോകുന്നില്ലായിരിക്കും, പക്ഷേ വീക്ക്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ജിമ്മിലെ പ്രോഗ്രസീവ് ഓവർലോഡ് നോക്കുമ്പോൾ, ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യും. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരാഴ്ച നിങ്ങളെ കൊണ്ട് 10 കിലോ എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഡംബൽ കേൾ. അടുത്ത ആഴ്ച വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് 12 കിലോ എടുക്കാൻ പറ്റി. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല. ഓക്കെ, പിന്നെ ഒരാഴ്ച വന്നപ്പോഴത്തേക്കും വീണ്ടും 12 എടുക്കാൻ പറ്റുള്ളൂ, പക്ഷേ പിന്നെ ഒരാഴ്ച വന്നപ്പോഴത്തേക്കും 14 എടുക്കാൻ പറ്റി. ഓക്കെ, ഇത് എല്ലാ ആഴ്ച നിങ്ങളെ കൊണ്ട് വെയിറ്റ് കൂട്ടാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. ലെറ്റ്സ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് 10 റെപ്പ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ചെയ്യാം ആ ഒരു വെയിറ്റ് വെച്ച് 10 റെപ്പേ പറ്റുള്ളൂ, പക്ഷേ ആ ഒരു വെയിറ്റ് വെച്ച് ഈ ആഴ്ച 12 റെപ്പ് പറ്റി. ഇറ്റ് ക്യാൻ ബി വെയ്റ്റ്സ്, ഇറ്റ് ക്യാൻ ബി മോർ റെപ്സ്, എന്തും ആകാം. നിങ്ങളുടെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫുഡ് മാറ്റരുത്. അതായത് മസിൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് ഗെയിൻ ആകുന്നുണ്ടെന്നാണ്. നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് മസിലും കൂടുക എന്നൊരർത്ഥമില്ല. ലീൻ ബൾക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഫാറ്റ്സ് ഒരു മിനിമത്തിൽ വെക്കുക. കാർബ്സ് ആയിരിക്കണം പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. കാലറീസ് അനാവശ്യമായിട്ട് കൂട്ടരുത്. പ്രോട്ടീൻ 1 gram per pound. ഇനി അതല്ല നിങ്ങൾ ഒത്തിരി അണ്ടർ വെയിറ്റോ ഒത്തിരി ഓവർ വെയിറ്റോ ആണെങ്കിൽ ടേക്ക് യുവർ ഹൈറ്റ്. ഇപ്പോൾ എൻ്റെ 181 സെൻറ്റിമീറ്ററാണ്, ഞാൻ 180 gram ഓഫ് പ്രോട്ടീൻ എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പം വീക്കിലി ടാർഗറ്റ് ഞാൻ വെച്ചേക്കുന്നത്, അത്യാവശ്യം ലീനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു അര കിലോ പെർ വീക്ക് മാക്സിമം. അത് മന്ത്ലി ടാർഗറ്റ് നോക്കുമ്പോഴത്തേക്കും 1 to 2 kgs പെർ മന്ത്. സോ അതാണ് ലീൻ ബൾക്കിങ്ങിന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം. ഇത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിലൊന്നും എനിക്ക് വണ്ണം കൂടുന്നില്ല. അതിനർത്ഥം ഞാൻ അപ്പം ഞാൻ ഫുഡ് കൂട്ടുക എന്നല്ല ഞാൻ ചെയ്തേക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. സോ സമ്മറി ആയിട്ട് ഞാൻ ഒന്നുകൂടെ എല്ലാം പറയാം. ലീൻ ബൾക്കിംഗ് അൾട്ടിമേറ്റ് ഗൈഡ്, മേക്ക് എ ഡയറ്റ് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ആ വീഡിയോ പ്രകാരം. അത് കഴിഞ്ഞിട്ട് ട്രാക്ക് മെയിൻ്റനൻസ് കാലറി ആണോ, അത് മെയിൻ്റനൻസ് കാലറി എന്ന് കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എക്സ്ട്രീംലി ലീനായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 500 കാലറീസ് ആദ്യം ആഡ് ചെയ്യുക. എല്ലാ തവണയും 500 ആഡ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ആദ്യം ഒരു 500 കാലറീസ് ആഡ് ചെയ്യുക, എന്നിട്ട് ട്രാക്ക് ചെയ്യുക എത്ര സ്പീഡിൽ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഗ്രാജുവലി ആണ് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ടാർഗറ്റിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വീക്ക്ലി ആവറേജ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ 2 വീക്സിൻ്റെ ആവറേജ് മാത്രം എടുക്കുക. ഒറ്റ ദിവസം നാളെ കണ്ടൊരു വെയിറ്റ് വെച്ച് നമ്മൾ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ നിൽക്കരുത്. നോക്കുക എത്ര സ്പീഡിലാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. നമ്മുടെ ടാർഗറ്റ് 1/2 കിലോ പെർ വീക്കാണ്. 1/2 കിലോ ആണ് ആവറേജ് കൂടിയെങ്കിൽ വി ആർ ഇൻ ദ റൈറ്റ് പാത്ത്. കീപ് ഗോയിങ്. അതിൽ സ്പീഡിൽ കൂടുന്നുണ്ടെങ്കിൽ കാലറീസ് ഒരു കുറച്ച് കട്ട് ഡൗൺ ചെയ്യുക. കാരണം കൂടുതലും നിങ്ങൾ ഫാറ്റ് ഗെയിൻസേ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അടുത്തത് പ്ലാറ്റ്യൂ ആകുമ്പോഴത്തേക്കും ആദ്യമേ ഫുഡ് കൂട്ടാൻ നിൽക്കരുത്. ചെക്ക് എല്ലാം പ്രോപ്പർ ആയിരുന്നു. ലൈക്ക് എൻ്റെ സ്ലീപ്പ് പ്രോപ്പർ ആയിരുന്നു, ഡയറ്റ് പ്രോപ്പർ ആയിരുന്നു, സ്ട്രെസ് എല്ലാം മാനേജബിൾ ആയിരുന്നു, വെള്ളം കൂടി പ്രോപ്പർ ആയിരുന്നു. ഇതെല്ലാം പ്രോപ്പറാണ് എന്ന് നോക്കി കഴിഞ്ഞാൽ അടുത്തത് നോക്കേണ്ടത് എന്താണ്? അടുത്തത് നോക്കേണ്ടത് നമ്മുടെ ജിമ്മിലെ പ്രോഗ്രസ് ആണ്. എന്ന് പറയുമ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡ് ഈച്ച് വീക്ക് ഓർ എവറി 2 വീക്സ്. എവറി 2 വീക്സ് ആണ് ഞാൻ വെച്ചേക്കുന്നത്. എല്ലാ ആഴ്ചയും പോസിബിൾ ആയിരിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് എവറി വീക്ക് ട്രൈ ചെയ്യുക. ഒന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചെയ്തതിലും വെയിറ്റ് കൂടുതൽ ചെയ്യാൻ നോക്കുക. ഇനി വെയിറ്റ് കൂടുതൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെപ്സ് കൂടുതൽ ചെയ്യാൻ നോക്കുക. ഇനി റെപ്സും കൂടുതൽ ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. നിങ്ങളുടെ റെസ്റ്റ് ടൈമാണ്. ഇപ്പോൾ നിങ്ങൾ 1 മിനിറ്റ് റെസ്റ്റ് ടൈം വെച്ചേക്കുന്നെങ്കിൽ റെസ്റ്റ് ടൈം കുറച്ചിട്ട്, അതായത് 45 സെക്കൻഡ്സ് വല്ലതും ആക്കിയിട്ട് ആ സെയിം വെയിറ്റ് ചെയ്യാൻ നോക്കുക. ഇതിലേതാണേലും നമ്മുടെ ബോഡിയെ സംബന്ധിച്ചോളം പ്രോഗ്രസീവ് ഓവർലോഡ് എന്നുള്ള സെയിം മെത്തേഡാണ്. നമ്മൾ ഇൻറ്റൻസിറ്റി കൂടുതൽ പുഷ് ചെയ്യാൻ നോക്കുകയാണ്. സോ ഇതിലേത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയാലും പ്രോഗ്രസീവ് ഓവർലോഡ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ നിങ്ങൾ ഫുഡ് കൂട്ടരുത്. അതും പ്ലാറ്റ്യൂ ആവുന്നൊരു പോയിന്റ്. അതായത് നിങ്ങൾ എങ്ങനെ നോക്കിയിട്ടും നിങ്ങൾക്ക് ജിമ്മിൽ വെയിറ്റ് പുഷ് ചെയ്യാനേ പറ്റാത്തൊരു പോയിന്റ് വരും. വെയിറ്റ് കൂട്ടാൻ പറ്റത്തില്ല, കൂടുതൽ റെപ്പ് ചെയ്യാൻ പറ്റത്തില്ല, റെസ്റ്റ് ടൈം കുറച്ച് കഴിഞ്ഞാൽ ഇനിയും ബുദ്ധിമുട്ടാകത്തേ ഉള്ളൂ. അങ്ങനെ ഒരു ഫുള്ളി ഒരു സ്റ്റോപ്പ് വരുന്നൊരു പോയിന്റ് വരും. ആ പോയിന്റിൽ മാത്രം അടുത്ത ഇൻക്രിമെൻറ്റ് കൊടുക്കുക. ലെറ്റ്സ് സേ 200 to 300 കാലറീസ് മാക്സ്. 300 കാലറീസ് ആണെങ്കിലും കുഴപ്പമില്ല. 300 കാലറീസ് കൊടുക്കുക. വീണ്ടും സെയിം മെത്തേഡ് റിപ്പീറ്റ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ എല്ലാം സ്റ്റോപ്പ് ആവും. 200 കാലറീസ്. അങ്ങോട്ട് പോകുന്തോറും കാലറീസിൻ്റെ എമൗണ്ട് ചുരുക്കി മാക്സിമം എത്ര കുറച്ച് കൂട്ടാൻ പറ്റുമോ അത്രയും കുറച്ച്. ഇപ്പോൾ 100 കാലറീസ് ഒക്കെ വെച്ചാണെങ്കിൽ അങ്ങനെ കൂട്ടാൻ നോക്കുക. ഒത്തിരി
എനർജി കൊടുത്ത് കൂടുതൽ ഫാറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ലോങ് ടൈമിൽ മാക്സിമം മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ഒരു മന്ത്ലി നമ്മൾ ഒരു ഗോൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറിയ ഗോളായിരിക്കും. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ 2 കിലോഗ്രാം പെർ മന്ത് എന്നാണെങ്കിൽ അതിലൊരു 1 kg അല്ലെങ്കിൽ 1.25 to 1.5 kilo മാക്സിമം ഒക്കെ മസിൽ മാസ് കാണുള്ളൂ. അതിൽ കൂടുതൽ മസിൽ മാസ് വരത്തില്ല. ചില സമയത്ത് ഇപ്പോൾ നിങ്ങൾ അതുപോലെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചില പോയിന്റിൽ നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഒരു 1 kg മസിലൊക്കെ പെർ മന്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈവൻ ദോ ഒരു വർഷത്തെ കണക്ക് നോക്കുക, 1 കിലോഗ്രാം വെച്ച് 12 മാസം, ഓക്കെ, 12 കിലോഗ്രാം മസിൽ മാസ് ആണ് നിങ്ങൾ ഗെയിൻ ചെയ്യുന്നത്. മസിൽ മാസ് ഗെയിൻ ചെയ്യുമ്പോൾ ഇപ്പം 70 കിലോ ഉള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലുള്ള ഒരാൾ നിൽക്കുന്നതും 70 കിലോ പ്യൂർലി മസിൽ മാസ് ഉള്ള ഒരാൾ നിൽക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. അയാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കേസിലേക്കായിരിക്കും ഒരാളെ നോക്കിയിട്ട് അയാൾ ഇങ്ങനെ പറയത്തില്ലേ, ഇവൻ സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ട്, ഇല്ല അതിങ്ങനെ ആകത്തില്ല, നാച്ചുറലി ഇങ്ങനെ പോസിബിൾ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന ആ ഒരു പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ ടൈം എടുത്ത് ഗ്രാജുവലി ബിൽഡ് ചെയ്യുക. ഇനി ഇത് തന്നെ നിങ്ങൾ 2 കിലോ, ചിലർക്ക് 2 കിലോ ഒക്കെ പെർ മന്ത് ഞാൻ പറഞ്ഞില്ലേ വണ്ണം കൂട്ടാൻ പറ്റും. അതിലൊരു 1.5 കിലോ ഒക്കെ ആയിരിക്കും മസിൽ. ഇനി ഇത് 2 കിലോ ആയിട്ട് തന്നെ കൂട്ടുക, മസിൽ വിട്, വെയിറ്റ് ആയിട്ട് തന്നെ നോക്കുക. 2 കിലോ ആണെന്നുണ്ടെങ്കിൽ 12 × 2 എന്ന് പറയുമ്പോഴത്തേക്ക് 24 കിലോ ആയി. ഒരു വർഷം നമ്മൾ 24 കിലോഗ്രാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആ 24ൽ എങ്ങനെ പോയാലും ഹാഫിന് മുകളിൽ, അതായത് ഒരു 15 കിലോ 16 കിലോ ഉറപ്പായിട്ടും മസിൽ മാസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ 70 കിലോ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു വർഷം നിങ്ങൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 70 + 15 85 കിലോ. ഇപ്പോൾ നിങ്ങളുള്ളതിൽ 15 കിലോ പ്ലസ് മസിൽ മാസ് എന്ന് പറയുന്നത് ഹ്യൂജ് ഡിഫറൻസ് ആണ്. സോ അതുകൊണ്ടാണ് ലോങ് ടൈമിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടത്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പനി പിടിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ഈ പ്ലാൻ വിട്ട് പുറത്തോട്ട് എന്തെങ്കിലും എക്സ്ട്രീമായിട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ്. അതായത് നിങ്ങൾ സ്ലീപ്പ് ഭയങ്കരമായിട്ട് മെസ്ഡപ്പ് ആകുക, അല്ലെങ്കിൽ ജിമ്മ് ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ ഡെയിലി റൊട്ടീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ചേഞ്ചസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്നേരമാണ് നിങ്ങൾക്ക് കൂടുതലും പനിയൊക്കെ വരാൻ വരുന്നത്. പിന്നെ എക്സ്ട്രീമായിട്ട് ഓവർ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ വരും. അതായത് ഒത്തിരി സെറ്റുകളോ മണിക്കൂറുകളോളം എക്സസൈസുകൾ എന്ന് പറയുമ്പോൾ 3-4 മണിക്കൂറൊക്കെയുള്ള എക്സസൈസുകൾ, ഫുഡാണെങ്കിൽ ഭയങ്കരമായിട്ടും കുറച്ച് കഴിയുക, ഇനി അതല്ല സമയത്ത് വെള്ളം കുടിക്കത്തില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പനിയൊക്കെ വരുന്നത്. അല്ലാത്ത കേസിൽ പനിയൊക്കെ ഭയങ്കര ചുരുക്കമായിരിക്കും. ലൈക്ക് ക്ലൈമറ്റൊക്കെ മാറുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒരു പനി വന്നു അപ്പോഴും നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ലീൻ ബൾക്കിങ്ങിന് എനിക്ക് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി തരാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്. ടേക്ക് ഇറ്റ് ആൻഡ് മേക്ക് സം ഗെയിൻ. സമയമെടുക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർഷക്കണക്കായിരിക്കും. പക്ഷേ ഒരു പോയിന്റ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എല്ലാവരും നോക്കിയിട്ട് പറയും ഇവൻ ഉറപ്പായിട്ട് സ്റ്റെറോയിഡാണ്. അതിൽ നല്ലൊരു കോംപ്ലിമെൻറ്റ് നമുക്ക് കിട്ടാനില്ല. അപ്പം സമയമെടുത്ത് ചെയ്യുക, നല്ല സമയമെടുത്ത് ചെയ്യുക. ഇനിയുള്ളത് ഫുഡ് സെലക്ഷനാണ്. ഫുഡ് സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പീനട്ട്സ്, ലെൻറ്റിൽസ്, പയർ, നമ്മുടെ ചെറുപയറൊക്കെ, ഇതൊക്കെ പ്രോട്ടീൻ ആണെങ്കിലും ഇതൊന്നും ഹൈ ക്വാളിറ്റി സോഴ്സസ് ഓഫ് പ്രോട്ടീൻ അല്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ 180 ഗ്രാമിൽ അറ്റ്ലീസ്റ്റ് 150 ഗ്രാം പ്യുവർ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയിരിക്കണം. പ്യുവർ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ക്വാളിറ്റി നല്ല ബയോ അവൈലബിലിറ്റി ഉള്ള ഫുഡുകൾ. അതിൽ പെടുന്നതാണ് നമ്മുടെ മുട്ട, ചിക്കൻ, ബീഫ്, അങ്ങനത്തെ മീറ്റ് ഐറ്റംസും ഫിഷുകൾ. ഇതൊക്കെയാണ് ടോപ്പ് ചോയ്സസ് ആയിട്ട് എടുക്കേണ്ടത്. സോ ഫുഡ് ചോയ്സസ് അവിടെ കഴിഞ്ഞു, പ്രോട്ടീൻ ചോയ്സസ് അവിടെ കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് മാക്സിമം കിട്ടാൻ പറ്റുന്ന ഫാറ്റ്സുകൾ എടുക്കാൻ നോക്കുക. പിന്നെ വരുന്നത് കാർബാണ്. കാർബിനകത്ത് ടോപ്പ് ചോയ്സസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം. നമ്മുടെ പഴം, ഓറഞ്ച്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ഓട്സ്, സ്വീറ്റ് പൊട്ടാറ്റോ, സാദാ പൊട്ടാറ്റോ, ചപ്പാത്തി, നമ്മുടെ റൈസുകൾ, അതിൽ ഞാൻ ബസ്മതിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തേതാണ് ഏറ്റവും, ബ്രെഡുണ്ട്. ഇതൊക്കെയാണ് ടോപ്പായിട്ടുള്ള ചോയ്സസുകൾ. ഇത്രയും ഫുഡുകൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഡയറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഫാറ്റ്സ് കട്ട് ചെയ്യേണ്ട പോയിന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ചിക്കൻ ബ്രസ്റ്റിൽ മാത്രമേ ഉള്ളൂ ഫാറ്റ് പെർസെൻറ്റേജ് കുറവുള്ളത്, ബാക്കി പീസിൽ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനെ പറ്റി ഒരു നോളജ് ഉണ്ടായിരിക്കും. ഇപ്പോൾ അറിയാമല്ലോ, ഹോൾ എഗ്ഗ് കഴിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് പെർസെൻറ്റേജ് ഇച്ചിരി കൂടുതലാണ്, പക്ഷേ അതിനകത്ത് പ്രോട്ടീനും എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ എഗ്ഗ് യോക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രോട്ടീനും കുറയും, ഫാറ്റും കുറയും. അപ്പോൾ ഇങ്ങനത്തെ ലോജിക്കുകൾ വെച്ച് എയ്തർ നിങ്ങളുടെ ഡെയിലി ഫാറ്റ് പെർസെൻറ്റേജിനനുസരിച്ച് കറക്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് മെഷർ ചെയ്ത് ഡയറ്റ് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബഡ്ജറ്റിലാണ്, അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല, എഗ് വൈറ്റ് മാത്രം കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ട് കിട്ടത്തില്ല, അങ്ങനെയുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഗോ വിത്ത് മോർ ഫാറ്റ്. പക്ഷേ അത് എങ്ങനെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ തന്നെ മോണിറ്റർ ചെയ്യണം. കാലറീസ് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പണ്ട് മേളോട് തിരിച്ച് കയറ്റി വെച്ചിരുന്ന ഒരു പ്രോട്ടീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഐസൊലേറ്റും കോൺസെൻട്രേറ്റിൻ്റെ മിക്സാണ്. ലാക്ടോസിൻ്റെ സീനുള്ളത് കൊണ്ട് കോൺസെൻട്രേറ്റ് കുറച്ചുള്ളത് സീനാകാൻ ചാൻസ് ഉണ്ട്, നോക്കാം. ഇപ്പോൾ ഇത്ര നാളും പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വയറിന് സീനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കോൺസെൻട്രേറ്റ് നമുക്ക് അത്ര പറ്റത്തില്ലെന്നാണ് എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ 3300 നിന്നിരുന്നത്. പക്ഷേ 3300 എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡെയിലി സ്റ്റെപ്സുകൾ അതെല്ലാം കമ്പയർ ചെയ്യുമ്പം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എനർജി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇനഫ് ഫുഡ് പോരാ. സ്ട്രെങ്ത് വലിയ കുഴപ്പമില്ല, ജിമ്മിലെ സ്ട്രെങ്ത് ഓക്കെയാണ്. മസിൽ ടിഷ്യൂ സ്ട്രെച്ച് ആൻഡ് സ്ക്വീസ് ആകാനുള്ള പ്രോപ്പർ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വേറൊരാളുടെ ലിഫ്റ്റിംഗ് ഉണ്ടല്ലോ,
ലിഫ്റ്റിംഗ് സ്ട്രെങ്ത് അത് വെച്ച് നമ്മുടെ സ്ട്രെങ്തിനെ കമ്പയർ ചെയ്യരുത്. ഇപ്പോൾ ചിലർ ചിലപ്പം ബാക്കിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി അവർക്ക് സ്ലോയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അവർക്ക് ചിലപ്പോൾ പുഷ് മസിൽസിൽ ചിലപ്പോൾ അത്രയും വെയിറ്റ് പോകത്തില്ലായിരിക്കും. പക്ഷേ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ വെയിറ്റുകളായിരിക്കും. സോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോ സ്ട്രെങ്സും ഉണ്ട്, ഓരോ വീക്ക്നെസ്സസും ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പുഷ് മസിൽസ് കമ്പാരിറ്റീവ്ലി വീക്കറാണ്. പക്ഷേ ഞാനതൊരു ഹെവി വെച്ച് പുഷ് ചെയ്യാൻ നോക്കിയാൽ എനിക്കൊരു പ്രശ്നം എന്ന് പറയാൻ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ ഫോർ എക്സാമ്പിൾ ചെസ്റ്റിനാണെങ്കിൽ ഞാൻ ഒത്തിരി ഹെവി എടുത്ത് എനിക്ക് ചെസ്റ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ചെസ്റ്റിൽ നിന്ന് മാറി ചെസ്റ്റിലും കിട്ടുന്നുണ്ട്, ഷോൾഡറിലും വരുന്നുണ്ട്, മറ്റേ ഇവിടെ ഒത്തിരി ഫോറാമിലും പ്രഷർ പോകുന്നുണ്ട്, റിസ്റ്റിനും ഒത്തിരി ടെൻഷൻ വരുന്നുണ്ട്. സോ അത്രയും ഒരു ഇൻറ്റൻസിറ്റി വിട്ടു പോകുന്ന കൂട്ടാണ് എനിക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 30 കിലോഗ്രാം അല്ലെങ്കിൽ 25+ കിലോഗ്രാം എവിടെ 25+ ഏത് പോയാലും ഒരു നോർമൽ റേഞ്ച് ആയിട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് 25+ പോകാൻ പറ്റത്തില്ല. മീൻസ് വെയിറ്റ് പുഷ് ചെയ്യാൻ എനിക്ക് ചുമ്മാ പറ്റും. പക്ഷേ ചെസ്റ്റിൽ തന്നെ എനിക്ക് ആ സ്ട്രെച്ച്, അതായത് ഒരു 3 സെക്കൻഡ്സ് വന്ന് സ്ട്രെച്ച് സ്ക്വീസ് ചെയ്തൊരു കൺട്രോൾ അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ഓൾറെഡി നല്ല താഴെയാണ്. ഞാൻ 20 kg ആണ് ഇപ്പോൾ മാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 20 കിലോഗ്രാമിൽ ഞാൻ മാക്സിമം ചെയ്യുന്നത് 3 സെക്കൻഡ്സിൽ കൺട്രോൾ താഴെ വന്ന് ആ സ്ട്രെച്ച് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനത് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും ചെസ്റ്റ് കൊണ്ട് തന്നെ ഞാൻ മേളിൽ ഒന്ന് ടൈറ്റ് ചെയ്യാൻ നോക്കുന്നു. സോ അതാണ് ഒരു ടിപ്പെന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 3300 നിന്ന് ഒത്തിരി ചേഞ്ചസ് ഇല്ലായിരുന്നുണ്ട് 3800 ഞാൻ കാലറി പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഇനി എനിക്ക് മോണിറ്റർ ചെയ്യണം എൻ്റെ വെയിറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പം ഈ ഒരു പോയിന്റിൽ കുക്ക് ചെയ്യാനിപ്പോൾ ഇവിടെ ഒന്നും ഇരിപ്പില്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനും സാധനങ്ങളൊക്കെ വരണം, അത് കഴിഞ്ഞിട്ടേ എന്തെങ്കിലുമൊക്കെ ആകുള്ളൂ. സോ ആ ഒരു പോയിന്റിലത്തേക്ക് നമുക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യേണ്ട ഒരു കേസുണ്ട്. ഒരു ഷെയ്ക്ക് അടിക്കാം. പിന്നെ മിക്കവാറും ഈ ഒരു ഷെയ്ക്ക് ഇനി കോൺസ്റ്റൻ്റ് ആക്കേണ്ടി വരും. കാരണം ഈ ജോലിക്ക് പോകുമ്പം ഒരു മീലാണ് ഈ ഹെവി മീല്, ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ട് ഒരു ഹെവി മീലിനുള്ള. പക്ഷേ എനിക്ക് 2 ഹെവി മീലിന്ന് കഴിക്കാനുള്ള ടൈമില്ല. അപ്പം ഒരെണ്ണം മിക്കവാറും ഷെയ്ക്ക് എടുക്കേണ്ടി വരും. മറ്റേത് ഞാൻ 2-3 മുട്ട ഒരു 11 മണിയാകുമ്പോൾ പെട്ടെന്ന് കഴിക്കുമായിരുന്നു. പക്ഷേ ഒരു പ്രോപ്പർ മീലായിട്ട് ഒരു 3800 കാലറി വരുമ്പം അത് പോസിബിൾ ആകത്തില്ല. സോ ഒരു ഷെയ്ക്ക് അടിക്കാം. ഷെയ്ക്കിൽ ഞാനിപ്പം ഒരു 60 ഗ്രാം ഓട്സും ഒരു പഴമിടാം, കുറച്ച് വേ പ്രോട്ടീൻ ഇടാം, പിന്നെ ഫാറ്റ്സിന് വേണ്ടി ഒരു കുറച്ച് കാഷ്യൂ ഇടാം. ഒത്തിരി ഫാറ്റ്സ് ഞാൻ ഉപ്പ് ഇടുന്നില്ല, കാരണം ഞാൻ ഹോൾ ചിക്കനെ കുക്ക് ചെയ്യാൻ പോകുന്നെങ്കിൽ അതിലൊത്തിരി ഗുഡ് ഫാറ്റ്സ് വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം മുട്ട ഉണ്ടാക്കി വെച്ചേക്കുന്നതിലും എല്ലാം കൂടെ 10 മുട്ട ഇരിപ്പുണ്ട് ഹോളഗ് തന്നെ. അപ്പോൾ ഇതിൽ കാഷ്യൂസും 5 ഗ്രാം മതി. പ്രോട്ടീൻ സോ ഇപ്പോഴത്തെ ഒരു പ്രോഗ്രസ് ഞാൻ കാണിക്കാം. ഈവൻ ദോ ഞാൻ ഇത്രയും കാലറീസ് കഴിക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് അത്യാവശ്യം ഞാൻ കോറ് കൺട്രോൾ ചെയ്യുമ്പം ഞാനിപ്പോൾ നോക്കുന്ന ഇത്രേ ഉള്ളൂ. വിസിബിൾ ആയിട്ടുള്ള ആബ്സ് ഉണ്ടായിരിക്കണം, ബട്ട് എക്സ്ട്രീംലി ലീൻ ആയിരിക്കരുത്. ഈ ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ലീൻ ബൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്കിത് കാണത്തിൽ ടൈറ്റ് ആക്കിയിട്ട് പോലും ഒരു അംശം പോലും കാണത്തില്ല, ഇങ്ങനെ തടിയായിട്ട് കിടക്കുവാണെങ്കിൽ വിച്ച് മീൻസ് ഐ ഫെയിൽഡ് ഇൻ മൈ ബൾക്ക്. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പണ്ട് അങ്ങനെ ചെയ്ത് ഒത്തിരി ആൾക്കാർ, ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഓൾഡ് സ്കൂൾ ബോഡി ബിൽഡേഴ്സ് കുറേ പേര് അങ്ങനെ എക്സ്ട്രീമായിട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറഞ്ഞല്ലോ, നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പം കട്ടിങ്ങിനും ടൈം എടുത്ത് വേണം, നല്ല ടൈം എടുത്ത് വേണം, ബൾക്കിങ്ങിനും നല്ല ടൈം എടുത്ത് വേണം. സോ പേഴ്സണലി അതിന് മേളിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. 12-15% നിന്നുകൊണ്ട് തന്നെ മാക്സിമം മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇതുകൊണ്ട് എൻ്റെ ചെസ്റ്റാണ് എൻ്റെ കമ്പാരിറ്റീവ്ലി വീക്കർ പോയിൻറ്റ്സ്. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയ്റ്റ്സ് കുറച്ചു, എന്നിട്ട് മാക്സിമം ഈ ഒരു സ്ട്രെച്ച്, പിന്നെ ആ ഒരു സ്ക്വീസ് കണ്ടു. ആ സ്ക്വീസിൽ എനിക്ക് അങ്ങനെ ചെയ്ത് ഇപ്പോൾ എനിക്ക് ആ സെപ്പറേഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു അപ്പർ ചെസ്റ്റും അവിടെ അടുത്ത പ്രാവശ്യത്തെ കട്ടിൽ നമ്മൾ മിന്നിക്കും. പക്ഷെ അത് ഉടനെയൊന്നും ഇല്ല, നമ്മൾ നല്ല ടൈം എടുത്ത് ഗ്രാജുവലി ചെയ്യുന്നുള്ളൂ. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിത് കോംപ്ലിക്കേറ്റഡ് ഒട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ട്രാക്കിംഗ് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്തും ആകാം. ചിലപ്പോൾ മൈ ഫിറ്റ്നസ് പാൽ ആകാം. ഞാൻ ഈ SEO യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മൈ ഫിറ്റ്നസ് പാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മാത്രമല്ല അതിൻ്റെ പെയ്ഡ് വേർഷനിൽ കറക്റ്റ് നമുക്ക് മെയിൻ സ്ക്രീനിലെല്ലാം കാണാൻ പറ്റില്ല. അതായത് പക്ഷേ ഡാറ്റാബേസ് വെച്ച് നോക്കുമ്പോൾ മൈ ഫിറ്റ്നസ് പാലാണ് ഏറ്റവും ബെസ്റ്റ്. ഇൻ ഫ്യൂച്ചർ എനിക്ക് ഇച്ചിരി കൂടി ഫണ്ടൊക്കെ ആകുമ്പം, അതായത് അതിന് വേണ്ടി കാശ് പെർ മന്ത് മുടക്കാൻ എനിക്ക് കാശുണ്ടെന്നൊരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ഞാൻ മൈ ഫിറ്റ്നസ് പാൽ തന്നെ യൂസ് ചെയ്യും. SEOയ്ക്ക് ഇപ്പം ഒരു വർഷത്തിൽ ഒരു 1500 എത്ര എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് പ്രീമിയം എടുക്കാൻ പറ്റും. അത് പക്ഷേ ഒരു ഓഫറിൻ്റെ ഒരു വീലുണ്ട്. ആ വീല് ആര് കറക്കിയാലും ആ ഓഫർ കിട്ടും. അതല്ലാണ്ട് ഒരാൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. പിന്നെ ഫുഡ് ചോയ്സുകൾ ഒക്കെ ഞാനിത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
മീൻ, മുട്ട, ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം റോയിൽ അങ്ങ് മെഷർ ചെയ്ത് നമ്മൾ കഴിക്കുന്നു. പ്രോട്ടീൻ ഫില്ലായി, ഫാറ്റ്സ് ഫില്ലായി. കാർബ് എന്താ, ഫാറ്റ്സ് ഇല്ലെങ്കിൽ മാത്രം നട്ട്സുകളുണ്ട്, നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അതൊക്കെ വേണമെങ്കിൽ വെറുതെ കൂട്ടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒഴിച്ച് കഴിക്കാം. പിന്നെ അവക്കാഡോ ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് കാർബ് വരുന്നത്. കാർബിലാണ് നമ്മൾ റൈസ്, സ്വീറ്റ് പൊട്ടറ്റോ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ലിസ്റ്റ്. അതിനകത്ത് തന്നെ നമുക്ക് കപ്പയൊക്കെ കഴിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോ വെയ്റ്റിലാണ് ഞാൻ കൂടുതലും ട്രാക്ക് ചെയ്യാൻ നോക്കുന്നത് ആക്യുറസിക്ക് വേണ്ടി. ബട്ട് ലെറ്റ്സ് സേ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, കുക്ക്ഡ് വെയിറ്റ് എടുക്കാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, നമുക്കങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പറ്റത്തില്ലായിരിക്കും. എന്ന് പറയുമ്പം ഒരാൾക്ക് വേണ്ടി തന്നെ റോ ആയിട്ട് കുക്ക് ചെയ്തു, പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി കുക്ക്ഡ് വെയിറ്റ് എടുക്കുക, അങ്ങനെ ചില പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ ഗോ വിത്ത് കുക്ക്ഡ് വെയിറ്റ്, എല്ലാത്തിനും കുക്ക്ഡ് വെയിറ്റ് തന്നെ പോവുക. സോ എനിവേ, ഇതാണ് ഞാൻ പറയാൻ വന്നത്. മാക്സിമം ഹോൾ ഫുഡ്സ് റിലേ ചെയ്യുക, നല്ല സ്ലോയിൽ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നോക്കണം ഇരിക്കുന്നുണ്ടോ, ഇതിൽ ഞാനിപ്പോൾ എല്ലാം മെഷർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പാൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സോ ഞാൻ വെറും വെള്ളം ഒഴിക്കും, ഇത് മിക്സ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേക്ക് കുടിക്കും. മേക്ക് ഷുവർ ടു ട്രെയിൻ ഫോർ വാക്വം. എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഐ വിൽ ഡെമോൺസ്ട്രേറ്റ്. സോ അടുത്ത ഒരു കട്ടിന് മുന്നേ, അതായത് ഈ ബൾക്കിൻ്റെ എൻഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുമ്പം ഇതുണ്ടോ, എൻ്റെ ആംസ് ആൻഡ് ഷോൾഡർ ടു മച്ച് ഓവർ പവേർഡാണ്. ഈവൻ ഞാൻ പുറകോട്ട് വെച്ചാൽ പോലും ആംസ് ആൻഡ് ഷോൾഡേഴ്സ് ടു ഓവർ പവേർഡാണ്. സോ എൻ്റെ ചെസ്റ്റും ഈ ഒരു ലെവലിൽ എനിക്കിങ്ങനെ കാണണം, അതാണ് ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത്തേത്, ട്രൈസെപ്സിൻ്റെ ലോങ് ഹെഡ് കുറച്ചും കൂടി ഈ സൈഡിൽ നോക്കുമ്പോൾ പോപ്പ് ഔട്ട് ചെയ്യണം. ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഈ ലാറ്ററൽ ഹെഡ് മാത്രമാണ് ഇച്ചിരി കൂടി എറിച്ച് നിൽക്കുന്നത്. ഇപ്പുറത്ത് ഇച്ചിരി കൂടി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, രണ്ടും കണക്കാണ്. അപ്പോൾ ആ ഒരു ലോങ് ഹെഡിൻ്റെ ആ ഒരു സെക്ഷൻ കണ്ടതാണ്ട്, ഇത് ഇവിടുന്ന് ഇങ്ങനെ പോസ് പിടിക്കുമ്പം ഈ ലാറ്ററൽ ഹെഡ് നിൽക്കുന്ന അതേ റേഞ്ചിൽ തന്നെ പുറകോട്ട് ഒരു എക്സ്റ്റൻഷൻ വരണം. അതാണ് ട്രൈസെപ്സിൻ്റെ ഗോള്. പിന്നെ ലാറ്റ്സിൻ്റെ ഗോളെന്ന് പറയുന്നത്, ഈ ഫ്രണ്ടിൽ നിന്ന് പിടിക്കുന്ന ഇതെനിക്ക് പിടിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ ബാക്കിൽ നിന്ന് എനിക്ക് ആ ഒരു തിക്നെസ്സും, അതായത് ഇപ്പോൾ ഞാൻ ഒരു മിനിറ്റ്, അങ്ങനെയൊക്കെ ചെയ്യാൻ നേരം ആ ഒരു തിക്നെസ് കുറവാണ്, അതാണ് അവിടെ. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ സാധനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ടോ, ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഇതൊക്കെ ട്രെയിൻ ചെയ്യുന്ന കാല് തന്നെയാണോ എന്ന് തോന്നിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാലും ഈ ഡയമണ്ട് ഷേപ്പ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വിസിബിൾ ആകണം. ഇതിപ്പം നമ്മളിവിടുന്ന് റിവേഴ്സ് നോക്കിയാൽ ശരാ ഇതുണ്ടോ, ട്രെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് പറയാൻ. ഇപ്പോൾ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇതാണ് സംഭവം. സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഇവിടെ ഓക്കെയാണ്, ഈ ഒരു സൈഡിൽ നിന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും അവിടെ തീർന്ന്. ക്വാഡ്സൊക്കെ പിന്നെ നൈസാണ്. അതുപോലെ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഇത് ഓരോ ആൾക്കാർക്കും ലൈക്ക് പേഴ്സണൽ സ്പെസിഫിക് ആണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ക്വാഡ്സ് കൂടുതൽ വേണം, ഹാംസ്ട്രിങ് കുറച്ച് മതി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആ ഒരു ഗോൾഡൻ എറ അർണോൾഡിൻ്റെയൊക്കെ സമയത്തെ ലുക്കുണ്ടല്ലോ, ആർക്കും അങ്ങനെ ഭയങ്കര വലിയ ഇതല്ലായിരുന്നു, ഹാംസ്ട്രിങ് അല്ലായിരുന്നു. ഹാംസ്ട്രിങ് ഇനഫ് ടു ബാലൻസ് ദ ഫിസിക്, ബട്ട് ക്വാഡ്സ് ഡോമിനൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ അപ്പർ ബോഡിയിൽ ഈ ഒരു പോർഷൻ, ഈ ഒരു ഏരിയ ഫുള്ള് ഭയങ്കര ഡോമിനൻ്റ് ആയിരുന്നു. അപ്പം അതാണ് എൻ്റെയും ഗോള്. സോ എൻ്റെ ഹാംസ്ട്രിങ് കമ്പാരിറ്റീവ്ലി ഞാൻ ജസ്റ്റ് ആ ഒരു ഷേപ്പിന് വേണ്ടി മാത്രമാണ് ട്രെയിൻ ചെയ്യുന്നത്, നോട്ട് ടു ബൾക്കി. കാഫ് വലുതാക്കണം, ഡയമണ്ട് ഷേപ്പ് കാഫ് വേണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഗോൾ. ഈ ബൾക്കിൻ്റെ എൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ ഇതാണ്. പോകെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണോ അത് മാത്രം നമ്മൾ വർക്കൗട്ടിൽ ചെറിയ ചെറിയ ട്വീക്കുകൾ വരുത്തും. സോ ഹിയർ ഇറ്റ് ഈസ് ചിക്കൻ മുട്ട ഓൾറെഡി 2 പാക്കറ്റ് ഇരിപ്പുണ്ട്. പക്ഷേ നമ്മുടെ ഡെയിലി കഴിപ്പിന് പെട്ടെന്ന് തീരുന്നതുകൊണ്ട് വി നീഡ് മോർ.
ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇത് എൻ്റെ പഴയ ജിമ്മിൻ്റെ ബുക്ക്. ഇത് ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കുക അതിനകത്ത് എന്താണെന്നുള്ളത്. ഇതുണ്ടോ, ഇങ്ങനെ ചെയ്ത വർക്കൗട്ടുകൾ, അതിൻ്റെ വെയിറ്റുകൾ, എത്ര സെറ്റ്, എത്ര റെപ്പ്, ഇതിങ്ങനെ ഒരു ഫുള്ള് ബുക്ക് ഇത് തന്നെയാണ്. ഇങ്ങനെ കുറേ ഡയറീസ് ഞാൻ ഓൾറെഡി തീർത്ത് കഴിഞ്ഞു. ഇതൊക്കെ പഴയ പ്രോഗ്രാം ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഡയറീസാണ്. കാരണം എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല ഏത് വെയിറ്റ് ഞാൻ യൂസ് ചെയ്തത്, എത്ര റെപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡയറി. സോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് ലൈറ്റ് ഓൺ ആക്കട്ടെ. സോ ഓക്കെ, ലീൻ ബൾക്കിങ്ങിൽ നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഫുഡും സ്ലീപ്പും അതെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇത് ഞാൻ എന്നാ പറയുന്നത്, സ്ലീപ്പ് കൃത്യ സമയത്ത് ഉറങ്ങണം, അതിനെപ്പറ്റിയെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സെയിം ടൈമിൽ തന്നെ ഉറങ്ങാൻ നോക്കണം. വെള്ളം കുടിയാണെങ്കിലും നമുക്ക് എന്നാ പറയുന്നത് 3 to 4 liters മിനിമം അച്ചീവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞതാണ്, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റി എല്ലാം പറഞ്ഞതാണ്. സോ ഇനി അടുത്തെന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റിയാണ്. ഇതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും. പക്ഷേ ഇത് ലീൻ ബൾക്കിങ്ങിനകത്ത് പെടുന്നത് കൊണ്ട് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായതുകൊണ്ടാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. അതായത് നമ്മൾ കുറേ കാലറീസ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സൈസ് കയറണമെന്നില്ല. നമ്മൾ പ്യൂർലി മസിൽ മാസ് കൂട്ടാനാണ് നോക്കുന്നത്. സോ ഈ മസിൽ ഗ്രോ ചെയ്യാൻ മാത്രമുള്ളൊരു പ്രഷർ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ, ഇപ്പം നമുക്ക് 10 റെപ്പ് ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റ്, അത് നമ്മൾ അടുത്ത ആഴ്ച വന്ന് 10 റെപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ സംബന്ധിച്ചോളം നമ്മൾ പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഗ്രോ ചെയ്യാൻ മാത്രമായിട്ടുള്ള നമ്മളൊന്നും എക്സ്റ്റേണൽ കൊടുക്കുന്നില്ല. സോ വൈ ഷുഡ് ഇറ്റ് ഗ്രോ? അതാണ് ബോഡിയെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ആ കംഫർട്ട് സോണിൽ നമ്മൾ പുഷ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അതിന് തൊട്ട് മുകളിലിരിക്കുന്ന വെയിറ്റ് നമ്മളിങ്ങനെ ചിന്തിക്കുക, ഇതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പോകത്തില്ലായിരിക്കും. അങ്ങനെ ചിന്തിക്കരുത്, അതെടുത്ത് ചെയ്യാൻ നോക്കുക. അവിടെയാണ് ഗ്രോത്ത് കിടക്കുന്നത്. ഓക്കെ, അത് വിട്. അപ്പോൾ ഞാൻ ഉദാഹരണം കാണിക്കാൻ വരുന്നത്, ഇതിപ്പോൾ ഇവിടെ നോക്കിക്കണം. ഇത് ഞാൻ ചെസ്റ്റ് ആൻഡ് ഷോൾഡർ ഡേയിൽ ഇൻക്ലൈൻ ഡംബൽ പ്രസ് ചെയ്തതാണ്. എനിക്ക് 2 സെറ്റ് 15-12. ഇത് ഞാൻ ബാർ ഇട്ടേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ വാമപ്പ് സെറ്റാണ്. എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം വെയിറ്റ് വെച്ച് ബോഡിയിൽ ഇച്ചിരി ബ്ലഡ് കയറുന്ന രീതിയിൽ, ബോഡി ബ്ലഡ് എന്ന് മീൻസ് നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് മാത്രമായിട്ട്, അതായത് ഷോൾഡറിൽ കയറി പിടിക്കരുത്, വേറെ ഒന്നിലും കയറി പിടിക്കരുത്. ചെസ്റ്റ് മാത്രം നല്ലതായിട്ട് ബ്ലഡ് കയറണം, പമ്പാകണം. ഈ 2 സെറ്റ് കൊണ്ട്. ഈ 2 സെറ്റ് കഴിഞ്ഞ് പിന്നെയുള്ളത് ഗോ ഓൾ ഔട്ട്. മാക്സിമം ഹെവി എന്ന് പറയുന്നത് എൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന മാക്സിമം ഹെവി എന്നല്ല. എനിക്ക് മാക്സിമം വേണമെങ്കിൽ ഇതിന് ഒത്തിരി മുകളിൽ പുഷ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഏറ്റവും മാക്സിമം യൂസ് ചെയ്ത് 20 കിലോഗ്രാം. പക്ഷേ എനിക്ക് വേണമെങ്കിൽ 35 40 കിലോഗ്രാംസ് വരെ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്നേരം എനിക്ക് ചെസ്റ്റിൽ കോൺസെൻട്രേഷൻ നിർത്താൻ പറ്റത്തില്ല, ചെസ്റ്റിൽ നിന്ന് വിട്ടുപോകും. സോ പ്യൂർലി ചെസ്റ്റ് ഫൈബേഴ്സ് മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 3 സെറ്റ്സ് 12, 10, 8 ഇതായിരുന്നു എൻ്റെ റെപ്പ് റേഞ്ച്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോണം. ഇതിൽ ഞാൻ 10ഉം 16ഉമാണ് ഇപ്രാവശ്യം വാമപ്പ് വെയിറ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ബാർ ഇട്ടേക്കുന്നത് ഇതുപോലെ തന്നെ 15 റെപ്പ് ചെയ്തു, 12 റെപ്പ് ചെയ്തു, 10 കിലോ 16 കിലോ. അത് കഴിഞ്ഞ് 3 സെറ്റ് ഞാൻ ചെയ്തേക്കുന്നത്, ആദ്യം 16 ചെയ്തു, പിന്നെ 18 ചെയ്തു, പിന്നെ 20 ചെയ്തു. പിന്നെ സ്റ്റാർ ഇട്ടതിനർത്ഥം കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ഞാൻ കൂടുതൽ ചെയ്യാൻ പറ്റിയെന്നാണ് അർത്ഥം. കൂടുതൽ മീൻസ് ഇവിടെ ശ്രദ്ധിച്ചോ, 16, 18, 20 ഇവിടെ ചെയ്തത്. ഇനി തിരിച്ച് ബാക്കിലോട്ട് പോകാം. ഇതെൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ചെസ്റ്റ് ഡേ. ഇംഗ്ലൈൻ ഡംബൽ പ്രസ് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഫസ്റ്റ് സെറ്റും 16, സെക്കൻഡ് സെറ്റും 16, മൂന്നാമത്തെ സെറ്റ് 18ആണ് ചെയ്തത്. സോ ഈ ആഴ്ച വരുമ്പോഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ 2 16 ഒരു 18. ഇവിടെ വന്നപ്പോഴോ ഒറ്റ 16ഉം ഞാൻ ലാസ്റ്റ് സെറ്റ് ചെയ്തിരുന്ന 18 രണ്ടാമതും, മൂന്നാമത് ഞാൻ 20ഉം ചെയ്തു. എല്ലാ ആഴ്ച ഇത് പോസിബിൾ ആയിരിക്കണമെന്നില്ല. സോ നെക്സ്റ്റ് വീക്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് സേ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ഈ സ്റ്റാർട്ടിങ് ഞാൻ മിക്കവാറും 18 ആക്കും, 18, 18, 20 ആക്കും. അത് കഴിഞ്ഞ് എപ്പോഴേലും ഒരു പോയിൻറ്റിൽ ഇത് 3ഉം 20 ആകുന്നൊരു പോയിൻറ്റ് വരും. എന്ന് വെച്ചാൽ 20 വെച്ച് എനിക്ക് 12 ചെയ്യാൻ പറ്റി, 20 വെച്ച് എനിക്ക് 10 ചെയ്യാൻ പറ്റി, 20 വെച്ച് എനിക്ക് 8 ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ്, അതായത് ചിലപ്പോൾ ഒരു 2 വീക്സ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കും. അതായത് 3ഉം 20 ചെയ്തു, ഈ ആഴ്ച ചെയ്തു, അടുത്ത ആഴ്ച വന്ന് വീണ്ടും 3 20 ചെയ്തു. പിന്നെ ഒരാഴ്ച ചെയ്യാൻ വരുമ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിരിക്കും. ഒന്നെങ്കിൽ ഞാൻ 20 20, ഇത് ഞാൻ 22 ആക്കാൻ നോക്കും. ലാസ്റ്റ് വൺ പുഷ് ചെയ്യാൻ നോക്കിയിരിക്കും. എന്നിട്ട് ലെറ്റ്സ് സേ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ടാർഗറ്റ് വെയിറ്റ് 8ആണ്, 8 വെച്ച് പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ 8 ആണെങ്കിലും ഇപ്പോൾ ഈ 20 എനിക്ക് 8 കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ടിൽ ഫെയിലിയറാണ് എപ്പോഴും. ഞാൻ ഈ ലാസ്റ്റ് എല്ലാത്തിൻ്റെയും, ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇതിനെല്ലാത്തിനും ലാസ്റ്റ് സെറ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ 8 റെപ്പറ്റീഷൻ എന്ന് വെച്ചെങ്കിലും മാക്സിമം ഫെയിലിയർ പോകാൻ നോക്കും. അപ്പോൾ എനിക്കറിയാമല്ലോ അടുത്ത ആഴ്ച എനിക്ക് കൂട്ടാൻ പറ്റുമെന്ന്. സോ ഇവിടെ എനിക്കിനി വെയിറ്റ് കൂട്ടാൻ പറ്റിയില്ലെന്ന് വിചാരിക്കുക. 20 20 20 എന്നുള്ളത് 20 20 22 എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, വെയിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പകരം ഞാൻ ഈ 3 20 ഇട്ടിട്ട് ഈ റെപ്പ് റേഞ്ച് ഞാനങ്ങ് കൂട്ടും. ചിലപ്പോൾ 12 10 10 എന്നാക്കും, അല്ലെങ്കിൽ 12 12 12 എന്നാക്കും. അങ്ങനെ ചെറിയ വേരിയേഷൻസിൽ പോലും നമ്മുടെ ബോഡി ഗ്രോ ആകും. ഇനി
ഇത് തന്നെ കൂടുതൽ എക്സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കണം. വേറൊരു കാര്യമുണ്ട്, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കണ്ടോ, ഇത് ഞാൻ ഫ്ലാറ്റ് മെഷീൻ പ്രസ് ചെയ്തുകൊണ്ടിരുന്നതിൽ വാമപ്പ് സെറ്റ് ഒരെണ്ണം 15 റെപ്പും പിന്നുള്ളത് 3 സെറ്റ് 12, 10, 8. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ ഞാൻ ഹെവി പോയി 45 പോയപ്പോൾ ഒരു കാര്യമുണ്ട്, ചെസ്റ്റിൻ്റെ ഫോമിൽ എനിക്ക് ലെഫ്റ്റ് ഷോൾഡർ കൂടുതൽ പിടിക്കാൻ തുടങ്ങി. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനർത്ഥം ഞാൻ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ കുറച്ച് വെയിറ്റ് കുറച്ചിട്ട് ഒന്നുകൂടെ മോണിറ്റർ ചെയ്യും. അന്നേരം ഇങ്ങനെ ഷോൾഡർ പിടിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇത്രയും തൽക്കാലം പോകാറായിട്ടില്ല. കാരണം എൻ്റെ മൈൻഡ് മസിൽ കണക്ഷൻ സ്ട്രോങ് ആയിട്ടില്ല. വെയിറ്റ് പുഷ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതല്ല, നമ്മുടെ ഉദ്ദേശം മസിലാണ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. ഇനി എന്താ വേറെ നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നത്, ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ഇത് നോക്കണം. സ്മിത്ത് ബിഹൈൻഡ് നെക്ക് പ്രസ്, ഇത് നമ്മുടെ ഷോൾഡറിനുള്ള വർക്കൗട്ട്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ മെയിൻ സെറ്റ് ചെയ്തേക്കുന്ന 3 എന്ന് പറയുന്നത് 7, 10, 12 പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് റെപ്പ് റേഞ്ച് 10, 8, 7 ആയിരുന്നു. ഞാൻ അബദ്ധത്തിൽ 12, 10, 8 എന്ന് ഞാൻ ചിന്തിച്ച് ഇത് 12, 10, 8 ഞാൻ ചെയ്തു. ശ്രദ്ധിച്ചോണം, വെയിറ്റുകൾ ചെയ്തത് 7, 10, 12. കഴിഞ്ഞ ആഴ്ച ചെയ്തതോ, കഴിഞ്ഞ ആഴ്ചത്തേത് ഇത്, കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഇവിടെ നോക്കണം 5, 7, 10, വിച്ച് മീൻസ് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തതിനെക്കാട്ടിലും വെയിറ്റും കൂടുതൽ ചെയ്തു, കഴിഞ്ഞ ആഴ്ച ചെയ്തതിനെക്കാട്ടിലും റെപ്പുകളും കൂടുതൽ ചെയ്തു. വിച്ച് മീൻസ് ഞാനിപ്പോഴും കംഫർട്ട് സോണിലാണ്. ഇത് എൻ്റെ കംഫർട്ട് സോണിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെയും പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സോണിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കരുത്, നമ്മൾ കൂട്ടാൻ നോക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നത്. സംടൈംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം സ്റ്റോപ്പ് ആവും. അതായത് ടൈം വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, വെയിറ്റും കൂട്ടാൻ പറ്റത്തില്ല, റെപ്സും കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ വെയിറ്റും അത് ബോഡി വെയിറ്റും കൂടുന്നില്ല. അങ്ങനെ എല്ലാം കൂടെ വരുന്നൊരു സ്റ്റേറ്റിലാണ് നമ്മൾ either വെള്ളം കൂട്ടി നോക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ലീപ്പ് കൂട്ടാൻ നോക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റിൽ ഇച്ചിരിയും കൂടി എക്സ്ട്രാസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ നോക്കും. തൃശ്ശൂർ വെടിമരുന്ന് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. അത് മാത്രമല്ല, ഇവിടെ മലപ്പുറത്തും ജോണിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ ആരുടെ വണ്ടിയാണെന്നറിയത്തില്ല. രാവിലെ ഇറങ്ങി വരുമ്പോൾ ഒരു വെള്ള കളറും വൈകുന്നേരം ഇറങ്ങി വരുമ്പം ഒരു കറുത്ത കളറും, അങ്ങനെ 2 വണ്ടി കാണാം. ഇപ്പം നമുക്ക് 6:15 സമയമായി. ഇപ്പോൾ നോക്കിയാൽ നാട്ടിൽ ഒരു 6:15 ഒരു ഫീൽ തന്നെയാണ്. അത്യാവശ്യം രാത്രിയാകാൻ പോകുന്നൊരു ഫീല്. അത് വിൻ്റർ ആകുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ സമ്മറായിരുന്ന സമയത്ത് ഈ ഒരു പോയിന്റിലൊക്കെ നല്ല വെട്ടം ഉണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിൽ ഒരു ഉച്ചവെയിലൊക്കെ പോലെ തന്നെ അത്രയും തന്നെ വെട്ടം ഇവിടെ കണ്ടേനെ. സോ നമ്മൾ ജിമ്മിൽ പോകുമ്പം ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പാണ് ഇപ്പോൾ കയ്യിരിക്കുന്നത്, ഓസ്മോ പോക്കറ്റ് 3. സോ ഇതൊരു കുഞ്ഞു സാധനം മാത്രമാണ് കയ്യിൽ. അപ്പോൾ ഇത് ചെയ്യാൻ പെട്ടെന്ന് വീഡിയോ എടുക്കും. ഈസിലി എനിക്ക് വ്ളോഗ് ചെയ്യണം എന്നുള്ള ദിവസങ്ങളിൽ ഇത് യൂസ് ചെയ്യും. പിന്നെ കയ്യിലുള്ളത് ഒരു കുപ്പി ഫുള്ള് വെള്ളമുണ്ട്. പിന്നെ ജിം ബാഗിനകത്ത് നമ്മുടെ ആ ബുക്കും സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇനി അതല്ല, എനിക്ക് നല്ല രീതിയിൽ ടൈമുണ്ട്, സിനിമാറ്റിക്കായിട്ട് എനിക്ക് കുറേ വീഡിയോസ് എടുക്കണം എന്നുള്ള കേസാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ A7 III എടുക്കും. A7 IIIൽ പ്രോപ്പറായിട്ട് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞു. അതായിരുന്നു നമ്മുടെ ബാക്ക് ഡേ. ബാക്കിന് നല്ലൊരു പമ്പ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തിങ്കളാഴ്ചകളിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിതിഗതി എന്ന് പറഞ്ഞാൽ വെള്ളി, ശനി, ഞായർ അറിയാതെ നമ്മുടെ വീക്കെൻഡ്, ആ ഒരു സ്റ്റാർട്ടിങ് വീക്കെൻഡ്സ്, ആ ഒരു പോയിന്റിൽ ഇവിടെ കൂടുതൽ ആൾക്കാരും ക്ലബ്ബ്, പബ്ബ് അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും. സോ ഈ ഒരു 3 ദിവസം, വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച, ഞായറാഴ്ച, ഈ 3 ദിവസം ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും ജിമ്മിൽ. അപ്പോൾ അതിൻ്റെയും കൂടെ കൂട്ടി തിങ്കളാഴ്ച
ഇഷ്ടം പോലെ ആൾക്കാർ ജിമ്മിൽ വരും. സോ അതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ ഞാൻ ജനറലി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് വർക്കൗട്ടൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ ഫോം എന്താണ്. പക്ഷെ അങ്ങനെയൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കാൻ ടൈമില്ലല്ലോ, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഒരു മെഷീൻ്റെ അടുത്ത് തന്നെ 3-4 പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് തന്നെ നമുക്ക് ചേഞ്ചിങ് റൂമിൻ്റെ ഒരു സൈഡുണ്ട്. അവിടെ സാധാരണഗതിയിൽ ആൾക്കാരില്ലാത്തപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ പോസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കും. പക്ഷേ ആൾക്കാരുള്ളപ്പം വീഡിയോ എടുക്കാൻ പാടില്ല. ആൾക്കാരുള്ളപ്പോൾ എന്നല്ല, അല്ലെങ്കിൽ തന്നെ ആ ഒരു സെക്ഷനിൽ, അതായത് ചേഞ്ചിങ് റൂം അങ്ങനത്തെ ഏരിയയിൽ വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെയാണ് റൂള്. അപ്പോൾ നമ്മൾ അവരുടെ കയ്യിലെങ്ങാനും പെട്ടാൽ മൂഞ്ചും. സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ടേക്ക് എ വീഡിയോ. അതുകൊണ്ട് മാത്രം എൻ്റെ അടിപൊളി പമ്പുണ്ടായിരുന്ന ബൈക്കിൻ്റെ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എനിവേ വി ആർ ഹെഡിങ് ബാക്ക് നൗ. നിങ്ങളെ ഞാൻ കാണിച്ചിരുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു റൈസ ചിക്കൻ്റെ ആ ഒരു മീല് കഴിച്ചു. പിന്നെ നമ്മൾ ആ ഷേക്ക് കുടിച്ചു. പിന്നെ രാവിലത്തെ ഒരു ഓട്ട് മീലും കഴിച്ചു. ഈ 3 മീൽസേ കഴിച്ചിട്ടുള്ളൂ. സ്റ്റിൽ ഞാനിപ്പോഴും ബാക്കി മുട്ട കഴിക്കാൻ കിടപ്പുണ്ട്. 6 മുട്ട കഴിക്കാൻ കിടപ്പുണ്ട്. 250 ഗ്രാംസ് ചിക്കൻ കഴിക്കാൻ കിടപ്പുണ്ട്. ഉണ്ടാക്കി വെച്ച റൈസിൻ്റെ ബാക്കിയും കഴിക്കാനുണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും കുറച്ചുണ്ടാക്കി കഴിക്കാനുണ്ട്. വിച്ച് മീൻസ് വി സ്റ്റിൽ ഗോട്ട് ലൈക്ക് 2 more മീൽസ്. ആ 2 മീൽസും കൂടെ കഴിച്ചാലേ നമ്മുടെ ഇന്നത്തെ ഡെയിലി ടാർഗറ്റ് അച്ചീവ് ചെയ്യുള്ളൂ. സോ let's get back home ASAP. So we are back home. The very first thing, post-workout meal. So നമ്മൾ സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും, മൈക്ക് ഇച്ചിരി അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം മീല്, അതായത് ഓയിലി ബേക്ക് ചെയ്തിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ബാക്കി ഇരിപ്പുണ്ട് ഇവിടെ. 1/2 കിലോ ഇട്ടിരുന്ന അതിൻ്റെ ബാക്കി വിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കുക്കി വെച്ചിരുന്ന റൈസ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ റൈസിൻ്റെ ബാക്കിയും കൂടെ. ഇതിൽ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുട്ടയും കൂടി ഇട്ടു. കാരണം അത് കഴിഞ്ഞ് ഒത്തിരി കഴിക്കാനുള്ള ഗ്യാപ്പ് മുട്ട ഇടുന്നില്ല, സോറി, ഒരു മീലും കൂടെ കഴിക്കാനുണ്ട്. അപ്പോൾ അതിൽ സെറ്റായിക്കോളും. അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് വീഴുന്ന റൈസും ബാക്കി ഇരിപ്പുണ്ട്. ആ ഫുള്ള് റൈസ് എടുത്ത് ഇതിങ്ങനെ പകുതി കേക്ക് പോലെ വന്നിട്ടുണ്ട്. സോ ഇത് ഫുള്ള് നമ്മൾ മുറിച്ചെടുക്കും. ഇത് ചൂടാകാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബൈക്കിൻ്റെ പോസം നോക്കാം, പമ്പും നോക്കാം. ടൈറ്റാക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലാസ്റ്റിന് ഈ കുക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് മുട്ടയുണ്ട്. ഈ മുട്ടയും കൂടെ കഴിച്ചിട്ട്, ഇതിൽ രാവിലെ നമ്മൾ 4 കഴിച്ച് ഇനി 6 മുട്ടയും കൂടെ ഇരിപ്പുണ്ട്. ഈ 6 മുട്ടയും കഴിച്ച് ഒരു കുറച്ച് കാർബ് സോഴ്സും കൂടെ, അത് മോസ്റ്റ്ലി ഫ്രൂട്ട്സ് ആയിരിക്കും. അത് ഇവിടെ കുറച്ച് പഴമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പഴമോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് നമ്മളങ്ങ് തീർക്കും. സോ ദാറ്റ്സ് ഓൾ. ലീൻ ബൾക്കിങ്ങിനെ പറ്റി നിങ്ങൾക്ക് കാര്യമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ടേക്ക് ഇറ്റ് സ്ലോ, നല്ല സ്ലോ ആക്കി ചെയ്യുക. കാരണം ലോങ് ടൈമിലത്തേക്ക് ക്വാളിറ്റി മസിൽസാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സമയമെടുക്കും. സോ ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.